നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. നമ്മുടെ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കാച്ചി അവർ ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയിരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ വളരെ ആകാംക്ഷയോടെ, വളരെ ജിജ്ഞാസയോടെ, വളരെ കൗതുകത്തോടെ ഇതിനെ നോക്കിക്കാണുകയാണ്. ഈ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന് അവർ കരുതുന്നു. എന്തുകൊണ്ടാണ് സാർ ഈ സനെ തക്കാച്ചിയുടെ വരവ്? ഇന്ത്യ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയ്ക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ ഈ ജപ്പാൻ പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ഉത്സാഹവും ആവേശവും നൽകുന്നുണ്ട്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ, കൗതുകത്തോടെ നോക്കിക്കാണുന്ന, ജിജ്ഞാസയോടെ നോക്കിക്കാണുന്ന ഈ ഒരു സന്ദർശനം, ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലെ സന്ദർശനം, അതിൻ്റെ പ്രസക്തി എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനകത്ത് എന്തൊക്കെ ഗുണങ്ങൾ നമുക്കും ജപ്പാനും, എന്തൊക്കെ നേട്ടങ്ങൾ ഇതിലൂടെ സംഭവിക്കും? അങ്ങയുടെ ഒരു വിശകലനത്തിൽ എന്താണ് തോന്നുന്നത്? പ്രശാന്ത്, നമ്മൾ ജപ്പാനിലെ പ്രൈം മിനിസ്റ്റർ, ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ സനെ തക്കാച്ചി, അവരിവിടെ വന്നു. ഷീ ഈസ് അബൌട്ട് 62 or 61. ചെറുപ്പമാണ്. അവരെ കണ്ടാൽ അത്രയും തോന്നിക്കില്ല, ജാപ്പാനീസ് സ്റ്റൈലൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവർ ഇവിടെ വന്നു പോയി. നരേന്ദ്രമോദിയായിട്ട് അടുപ്പമാണ്, ഒരുപാട് കരാറുകൾ ഒപ്പിട്ടു പോയി എന്നും മാത്രം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കിയാൽ പോരാ. എന്താണ് ജപ്പാൻ എന്നുള്ളതിനെ പറ്റി ഒരു സംക്ഷിപ്ത, ആരാണ് ജപ്പാൻ, എന്താണ് അവർക്ക് ഇന്ത്യയുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കും. അതിനപ്പുറത്തേക്ക് ശരിക്കും ജപ്പാൻ നമ്മളെക്കാളും വലിയ സാമ്പത്തിക ശക്തിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് 4ാമതാണ് ഇപ്പം നിൽക്കുന്നത്, നമ്മളെ 5ാമത്. ചെറിയ ഫ്യൂ ഡോളേഴ്സ്, അതിനാണ് അവർ നമ്മൾ 5ആയത്. പക്ഷെ നമ്മൾ കുറേ നാൾ 4ആയിരുന്നു, അവർ 5ആയിരുന്നു. പക്ഷെ അതല്ല വിഷയം, അവർക്ക് 12 കോടി ജനങ്ങളേ ഉള്ളൂ. അവർക്ക് നമ്മുടെ ഒരു സ്റ്റേറ്റിലെ, ഇപ്പം മഹാരാഷ്ട്രയോ അല്ലെ കർണാടകയോ തമിഴ്നാടോ ഒക്കെ പോലെ ഉള്ള ഒരു സ്റ്റേറ്റിലുള്ള അത്രയും ജനസംഖ്യ അവിടെ ഉള്ളൂ. അതെ. അപ്പോൾ 12 കോടി ജനങ്ങളെ അവർക്ക് ഉള്ളൂ. അതെ, ബംഗാളിലെ ഏകദേശം ഇതേ പോപ്പുലേഷനാണ്. 12 കോടി ജനങ്ങളേ ഉള്ളൂ. പക്ഷെ അവരുടെ വരുമാനം എന്ന് പറയുന്നത് 4.5 ട്രില്യൺ ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അത്ര തന്നെ, ഏകദേശം അത്ര തന്നെ. 140 കോടി ജനങ്ങളെ 140 അല്ല, 150. അപ്പം നമുക്കുള്ള ഈ 4.5 ട്രില്യൺ 150 കോടി ജനങ്ങൾക്ക് ഇത് ചെയ്യും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കുറയും. പക്ഷെ അവർക്കതല്ല, 12 കോടി ജനങ്ങൾ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ പൈസ. പക്ഷെ അവരെ പൈസ നമ്മൾ നേരത്തെ സൗദിയിലെ സൽമാൻ എടുത്ത് കൊടുക്കണ പോലെ ജപ്പാൻകാരൻ കൊടുക്കില്ല. അതൊരു വല്ലാത്തൊരു രാഷ്ട്രമാണ്. അത് നമ്മളത് നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരുപാട് നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അതിൽ ഈ ഒരിക്കലും അചഞ്ചലമായ കൂറ് പുലർത്തുന്ന, ഭയങ്കര രാജ്യസ്നേഹമുള്ള നമ്മുടെ ഭാരതത്തോട് എന്നും ഒരേ സ്റ്റാൻഡ്. ഇന്ത്യ എന്ത് ചെയ്താലും, അവർക്കെതിരായിട്ട് ചെയ്താലും, നമ്മൾ ഇസ്രായേലിനെതിരായിട്ടൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും ഈ ജപ്പാനും ഇന്ത്യയുടെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കും. കാരണം അവർക്കും അവരെല്ലാവരുമായിട്ടൊക്കെ ഫ്രണ്ട്ലിയാണ്. ഈ സാമ്പത്തിക ഇതൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് കടുത്ത ശത്രുതയാണ് ചൈനയായിട്ട്. ചൈനീസിനെ അവർക്ക് ഇഷ്ടമേ അല്ല, ജപ്പാൻകാർക്ക് ഇഷ്ടമേ അല്ല. നമ്മളറിയാതെ, നമ്മൾ ഇന്ത്യക്കാർക്ക് ജപ്പാൻകാരനെ ചൈനക്കാരനെ കണ്ട പെട്ടെന്ന് ഉരുവലിരിക്കും. അപ്പം നമ്മളറിയാതെ, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഒരു ലിഫ്റ്റിൽ ഞാൻ സിംഗപ്പൂർ പോയപ്പോൾ ഞാൻ പറഞ്ഞ്, ഒരു ജപ്പാൻകാരൻ പയ്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, ഒരു കരാട്ടെ മാസ്റ്റർ ഉണ്ട്, ഞാൻ പറഞ്ഞ് യു ലുക്ക് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞു. അവൻ ഭയങ്കര ദേഷ്യത്തിൽ, 10 വയസ്സ് പയ്യൻ, ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്, ഐ ആം എ ജാപ്പനീസ്.
എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ നിന്നെ കണ്ട ബ്രൂസ്ലിയെ പോലെ ഇരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു, ആ ഒരു കട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഐ ആം എ ജാപ്പനീസ് എന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഞാനിന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവൻ ജാപ്പനീസാണ്, അവനെ ചൈനീസ് ആക്കിയത് അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബ്രൂസ്ലി എന്ന് പറഞ്ഞാൽ വലിയ ആളാണ്, ജാപ്പനീസിനൊക്കെ തോപ്പിച്ച മാർഷൽ ആർട്ടിസ്റ്റുകളെ തോപ്പിച്ച ആളാണ് ബ്രൂസ്ലി, കങ്ഫു. അത് പക്ഷേ ചൈനീസ് ഇതാണ്. അപ്പം തമാശയ്ക്ക് പോലും എന്നെ കണ്ട ഒരു ചൈനക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അപമാനമാണ് ജാപ്പനീസിന്. അപ്പം ജാപ്പനീസ് അങ്ങനെ ഭയങ്കര രാജ്യസ്നേഹവും പിന്നെ കൂറുമാറുമില്ല, ചാരന്മാരില്ല. നമ്മുടെ രാജ്യത്തും പാകിസ്ഥാനിലും അമേരിക്കയിലും ഒക്കെ ചാരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, റഷ്യയിലും ഒക്കെ. റഷ്യയെ വിൽക്കുന്ന നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെയുണ്ട്. ഒറ്റുകാര് ജപ്പാനിലില്ല. ജപ്പാനിൽ നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ പാടില്ല. അതുപോലെ ഈ കാമിക്കാസി സൂയിസൈഡൽ അത് കണ്ടുപിടിച്ചതാരാ? ഇവര് ജപ്പാനാണ്. എനിവേ, അപ്പം ഞാൻ വേറൊരു കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മുടെ അചഞ്ചലമായ സുഹൃത്താണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഓസ്ട്രേലിയയായിട്ട് അടുത്തത് പറഞ്ഞു. ഓസ്ട്രേലിയ നമ്മുടെ ബെസ്റ്റ് സുഹൃത്താണ്. പക്ഷേ ഓസ്ട്രേലിയ ഒന്നും ജപ്പാൻ്റെ അടുത്ത് വരില്ല. സാമ്പത്തിക ശക്തി, പിന്നെ ടെക്നോളജിക്കൽ ജയൻറ്റ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ ചരിത്രം ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രമാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 തൊട്ട് അത് വ്യത്യാസം വരുന്നുണ്ട്, പക്ഷെ എന്നാലും പോരാന്ന് ഞാൻ ഇപ്പോൾ പറയും. എന്തുകൊണ്ടെന്നറിയാം? ജപ്പാൻ്റെ കാര്യം വന്നപ്പോൾ പിന്നെ ജപ്പാനിൽ നമ്മുടെ ഇപ്പം തന്നെ ഹൈ ടൈമായി. നമുക്ക് പറയാനുള്ളത്, ഇത് ആരെങ്കിലും കണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയാൽ അത്രയും നന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈ യാസുകുനി എന്ന് പറഞ്ഞ ഒരു ഷിൻഡോ, അവരുടെ ഏറ്റവും മേജർ റിലിജിയൻ ഷിൻഡോയാണ്. ബുദ്ധിസം നമ്പർ 2 ആണ്. അപ്പോൾ ഷിൻഡോ നമ്മുടെ ഹിന്ദുയിസമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ യാസുകുനി എന്ന് പറഞ്ഞ ഷ്രൈനാണ്. അത് 150-175 വർഷമായി അത് വന്നിട്ട്, ആ ഷ്രൈൻ വന്നിട്ട്. അത് ടോക്കിയോക്ക് അടുത്തുള്ളതാണ്. ആ ഷ്രൈനിൽ ജപ്പാൻകാരൻ ഒരു രാജ്യക്കാരുമായിട്ട് അടുക്കില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നേഹവും ഒരു ട്രസ്റ്റും ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കാരൻ്റെ ആണ്. അങ്ങനെ ഒരു സംഗതിയുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാ സംഗതികളും. ഇന്ത്യക്കാർ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവർ ലോർഡ് ബുദ്ധയുടെ ആളാണ്, അവിടെ ജനിച്ചതാണ് ലോർഡ് ബുദ്ധ. അങ്ങനെ അതും അവർക്കൊരു റെസ്പെക്റ്റാണ് നമ്മുടെ ഇന്ത്യക്കാരോട്. അപ്പോൾ ഈ യാസുകുനി ഷ്രൈനിൽ ജപ്പാൻകാർ മാത്രം, അത് 18th century 19th centuryയിലോ മറ്റോ സ്ഥാപിച്ചതാണ് ആ ഷ്രൈൻ, ആ അമ്പലം. ആ അമ്പലത്തിൽ 2.5 മില്യൺ ജാപ്പനീസ് നേതാക്കന്മാർ, രാജാക്കന്മാർ, വാർ ജനറൽസ്, വാർ വെറ്ററൻസ്, കമിക്കാസി പൈലറ്റ് കൊണ്ടിടിച്ച് ഒരുപാട് പേര്, 10,000-3000 പേര് മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സോളിനെ, അതായത് 2.44 ജാപ്പനീസ് വീരന്മാർ സോളിനെ ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. അവരുടെ പേരൊക്കെ കൊത്തിവയ്ക്കും. അതിനകത്ത് പിന്നെ ഒരു ഇന്ത്യക്കാരൻ്റെ പേര് അവർ കൊത്തിവയ്ക്കുമോ? നമുക്കത് അവിശ്വസം. അതാണ് ഞാൻ നമ്മുടെ ഹിസ്റ്ററിയിൽ പഠിപ്പിക്കേണ്ടത് വിട്ടുപോയി. ഇതെന്ത് പഠിപ്പിക്കാത്ത പറഞ്ഞാൽ ബ്രിട്ടീഷുകാരന്മാരെന്ത് വിചാരിച്ചു? ബ്രിട്ടൻ്റെ ശത്രുവാണ് ഈ ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിലും. ഇപ്പം അപ്പം ബ്രിട്ടീഷുകാർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഇദ്ദേഹത്തെ പറ്റി പഠിപ്പിക്കാത്ത. നമ്മൾ പറയാൻ പോണ ആള് രാധ വിനോദ് പോൾ, ബംഗാളിയാണ് അദ്ദേഹം. പിന്നെ നമ്മുടെ കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഈ 1945 ജപ്പാനിൽ ബോംബിട്ട ശേഷം ജപ്പാൻ്റെ വാർ ക്രൈംസ്, ചൈനയ്ക്കെതിരായിട്ട് ചെയ്ത വാർ ക്രൈംസ് അന്വേഷിക്കാനായിട്ട് ഒരു മിലിറ്ററി ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അന്വേഷണ സംഘം. അത് നെറ്റ്ഫ്ലിക്സിൽ ദ ടോക്കിയോ ട്രയൽ എന്ന് പറഞ്ഞ് ഞാനൊരു 10 വർഷം മുമ്പ് കണ്ടതാണ്. ടോക്കിയോ ട്രയൽ ഭയങ്കര ഫേമസ് ആണ്. അത് ഇദ്ദേഹത്തെ പറ്റിയുള്ളതാണ്. അതിൽ 11 ജഡ്ജിമാരുണ്ട്, എല്ലാവരും വെള്ളക്കാരാണ്. അതിനകത്ത് ബ്രിട്ടീഷുകാർക്ക് അബദ്ധം പറ്റി. ഈ ഇങ്ങേരെ കൂടെ രാധാ വിനോദ് പോൾ കൂടെ പോയി. ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ എന്തോ ചെയ്യാൻ,
അവന്മാർ നമ്മൾ പറയും പോലെ എഴുതി തരും എന്ന് ബ്രിട്ടീഷുകാർ വിചാരിച്ചിരുന്നു. അങ്ങനെ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ഈ 11 ജഡ്ജസിൽ ഇദ്ദേഹം 11ാമതാണ്. 10 ജഡ്ജസും പറഞ്ഞ് ജപ്പാൻകാരെ തൂക്കിക്കൊല്ലണം, അവനെ അങ്ങനെ ചെയ്യണം, നാട് കടത്തണം, വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ജഡ്ജ്മെൻറ്റ് കൊടുത്തു. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ് പറ്റില്ല എന്നുള്ളത്. ആ 10 ജഡ്ജിമാരെ എതിർത്ത് അന്ന് ഇദ്ദേഹം അനുകൂലിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ UN പ്രസിഡന്റ് ആക്കുമായിരുന്നു, അല്ലെ ജനറൽ സെക്രട്ടറി ആക്കുമായിരുന്നു. അങ്ങേര് പറഞ്ഞ് പറ്റില്ല, നിങ്ങൾ ഈ വാർ ക്രൈം ജപ്പാൻകാർ ചെയ്തു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഇതൊരു വാർ ക്രൈം ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല നിയമപുസ്തകത്തിൽ. പിന്നെ എങ്ങനെ ബാക്ക് ഡേറ്റ് വെച്ച് ചെയ്യാൻ പറ്റണം? അതുകൊണ്ട് ജപ്പാൻ ചെയ്തിട്ടില്ല നമ്മൾ ഡിസെൻഡിങ് നോട്ട് എഴുതി എതിർത്ത്. ജപ്പാൻ കിടുങ്ങിപ്പോയി. ഇപ്പോഴും അവർ കിടുങ്ങുകയാണ്. അത് അവർക്കുള്ള ധൈര്യം, അത്രയുള്ള ധൈര്യം. അവരിത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വി പേ ഹോമേജ് ടു ഹിം, to Radha Binod Paul, as someone who defended Japan's dignity during its most vulnerable period. അദ്ദേഹത്തിൻ്റെ പീരീഡിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അവിടെ സ്ട്രീറ്റ് ഉണ്ട്, എത്രയോ സ്ട്രീറ്റ് ഉണ്ട്. അപ്പം ഈ നമുക്ക് ഇതിനകത്തുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ യാസുകുനി ഷ്രൈനകത്ത് ജപ്പാൻകാരൻ അല്ലാത്ത ഏക ഇന്ത്യക്കാരൻ ഒരു വ്യക്തി, നോൺ ജപ്പാനീസ്, ഒരു ജാപ്പനീസ് ആണ് അദ്ദേഹം. അത് ഇന്ത്യക്കാരൻ. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അന്ന് ജപ്പാൻകാരൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. എല്ലാവരും അഗൻസ്റ്റാണ്, വിക്ടോറിയസ്, അലൈഡ് ഫോഴ്സസ് ഇവര് തോറ്റുപോയി. അപ്പൊ ഇവരെ കൂടെ നിൽക്കാൻ ആരുമില്ല. പക്ഷെ ഇദ്ദേഹം നിന്നു. അതുകൊണ്ട് ജപ്പാൻകാരൻ തിരിച്ചു കാണിക്കുന്ന സ്നേഹം ഇപ്പൊ ഇദ്ദേഹം ഈ പഴയ ജപ്പാനീസ് പ്രൈം മിനിസ്റ്റർ ആബെ കൊന്നു കളഞ്ഞല്ലോ. ആബെയുടെ ശിഷ്യയാണ് സനെ തക്കായിച്ചി. ഈ അബെ മരിച്ച സമയത്ത് 23 മറ്റാണ് അദ്ദേഹത്തെ ക്രൂഡ് തോക്ക് വെച്ച് വെടിവെച്ച് വന്ന്. എനിക്കത് ഭയങ്കര മനോവിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഞാനൊരു ബ്ലോഗും എഴുതി, ഒരു യൂളജിയും അദ്ദേഹത്തെ പറ്റി എഴുതി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. ഈ അബെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു, ഇന്ത്യ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം ഈ അബയുടെ ശിഷ്യയാണ് ഇവർ, സനെ തക്കച്ചി. അപ്പം നമ്മുടെ അപ്പം അവിടെ ഈ പിന്നെ യാസുകുനി ഷ്രൈനിൽ 2.4 lakhs സോളിനെ പറ്റി പരാമർശമുണ്ട്. പക്ഷെ 3000-ഓളം പടങ്ങളെ വെച്ചിട്ടുള്ളൂ. അവിടെയാണ് ബ്യൂട്ടി. ആ 3000-ലെ ഒരു പടം നമ്മുടെ രാധാ ബിനോദ് പോൾ സാറിൻ്റെയാണ്. അവിടെയാണ് അതിൻ്റെ ബ്യൂട്ടി. അപ്പൊ അവര് അത്രയും ഗാഠബന്ധം. അത് ഇന്ത്യക്കാരങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അത്രയേറെ പരമ്പരാഗതമായിട്ട് ഭാരതത്തിനോട് അത്രയേറെ ആഭിമുഖ്യം പുലർത്തുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രം, അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന് ഒരു പ്രത്യേകതയില്ലേ? അതാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ചെയ്യുന്ന. മാത്രമല്ല, നമുക്കാണ് കൂടുതൽ അവരെ കൊണ്ട് ഗുണം, ജപ്പാനെ കൊണ്ട്. അല്ല, തിരിച്ചല്ല, അവർക്കുണ്ട് ഗുണം. പക്ഷെ അവരുടെ ടെക്നോളജി ഓസ്ട്രേലിയ അമേരിക്കക്കാർ തരൂല്ല. ടെക്നോളജി നമ്മളെ ജിയുടെ എഞ്ചിൻ വാങ്ങിച്ചിട്ട് പൈസയും പറഞ്ഞ് പറ്റിച്ച് നമ്മൾ തെക്ക് വടക്കനെ നടക്കും. അപ്പം എല്ലാവരും ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ഓരോ കണ്ടീഷൻ വയ്ക്കും. സോഴ്സ് കോഡ് എന്തിനാ റഷ്യ സോഴ്സ് കോഡ് തന്നില്ല, SU-57 ഒന്നുമില്ല. അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് പുറകെ പറയാം. ഇനി പ്രാഥമികമായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന അപ്പൊ അതാണ് ഈ സന്ദർശനത്തിന്റെ പ്രത്യേകത. അല്ല, അത് പ്രത്യേകത വരെയാണ്, അത് നമുക്ക് അടുത്തതിൽ പറയാം. ഈ രാധാ ബിനോദ് പോൾ സാറിനെ പറ്റി നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കണം, സിലബസിൽ ഉടനെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുമില്ലെങ്കിൽ ജപ്പാൻകാരെ മാനിച്ചെങ്കിലും അവർ നമ്മളെ ഈ ഇദ്ദേഹത്തെ അങ്ങ് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. തെരുവുകളൊക്കെ അദ്ദേഹത്തിന്റെ പേരാണ്. പിന്നെ അവരുടെ ഷിൻഡോ മതം അമ്പലത്തിനകത്ത് അദ്ദേഹത്തിന്റെ പടം വെച്ചത് ദൈവമായിട്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. അതൊന്നും കാലമായിട്ട് ഞാനിങ്ങനെ ഒരാളിനെ കുറിച്ച് കേട്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും നമ്മളെ പഠിപ്പിച്ചാലേ നമ്മൾ പഠിക്കും, അറിഞ്ഞൂടാ. പിന്നെ അത് അപ്പോൾ ജപ്പാനെ കുറിച്ചും നമ്മൾ സുഭാഷ് ചന്ദ്രബോസും ജപ്പാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി ഇതിനകത്തുണ്ടെന്ന് അല്ല, അത് ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മൾ സിലബസ് പെടുത്താത്തത്. അവന്മാരെ സിലബസ് അല്ലേ. പിന്നെ അപ്പോൾ പറയുന്ന 3000 ഫോട്ടോയിൽ ഒരു പടം അദ്ദേഹത്തിൻ്റെ. പിന്നെ നമുക്ക് ജപ്പാൻ തക്കായിച്ചി ഇവിടെ വരുന്നതിന് മുമ്പ്
ഈ എന്താണ് ഈ ജപ്പാൻ എന്ന് പറഞ്ഞ് ഇപ്പം നിങ്ങളും ഞാനും പൊക്കുന്നത്? അതെ, ചുമ്മാ അല്ല പൊക്കണേ. എന്തുകൊണ്ടാണ് നമുക്ക് ജപ്പാൻ്റെ ടെക്നോളജി വേണം എന്ന് പറയാൻ? ജപ്പാൻ്റെ ഒരു 13 ഇൻവെൻഷൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോകത്തെ കിടുക്കിയ 13 ഇൻവെൻഷൻ. അതില്ലായിരുന്നെങ്കിൽ ലോകം ഭയങ്കര കഷ്ടത്തിലായിരുന്നു തന്നെ. അത് ഏതൊക്കെയെന്ന് ഞാൻ പറയാം. ക്വാർട്സ് വാച്ച്, സീക്കോയുടെ ആദ്യത്തെ ക്വാർട്സ് വാച്ച്. ബാക്കി ഞാൻ പറയണ്ടല്ലോ, വലിയ ചരിത്രമാണ്. വാക്ക്മാൻ, സോണി. അതായത് ഇദ്ദേഹം സോണിയുടെ ഉടമസ്ഥൻ ഗോൾഫ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹം ഈ കളിക്കാൻ പോകുമ്പോൾ പാട്ട് കേൾക്കണം എപ്പോഴും. അപ്പോൾ അങ്ങനെ ഇരുന്ന് ആലോചിച്ച് അതാണ് വാക്ക്മാൻ. അത് പിന്നെ ഇപ്പോൾ ഐപോഡിലെത്തി. അതെ അതെ. CD, കോമ്പാക്ട് ഡിസ്ക്, ജപ്പാൻകാർ കണ്ടുപിടിച്ചാണ്. 3. 4 ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ തമ്പില്ലേ, തമ്പ് ആക്ച്വലി ലേറ്റസ്റ്റ് വെർഷൻ കണ്ടുപിടിച്ചത് ഒരു ജൂ ആണ്. പക്ഷേ ഇതിൻ്റെ ബേസ് കണ്ടുപിടിച്ചത് ജപ്പാൻകാരാണ്. 4. 5 LED ബൾബ്. അതിന് നോബൽ സമ്മാനം കിട്ടി ആ സംഗതി കണ്ടുപിടിച്ചതിന്. LED ബൾബ് ജപ്പാൻ്റെ ബ്ലൂ റൈസ് ആണ് കണ്ടുപിടിച്ചത്. 6 DVD. എന്തൊരു ഹരമായിരുന്നു നമ്മുടെ ഇവിടെ DVD അല്ലേ. 7 QR കോഡ്. അത് ശരി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്ത് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതെ, നമ്മൾ ഗൂഗിൾ പേയും മറ്റതും മറിച്ചതൊക്കെ ചെയ്യണില്ലേ, പിന്നെ ബാർകോഡ്, ഇതെല്ലാം കണ്ടുപിടിച്ച ജപ്പാനാണ്. 8 ഷിങ്കാസൻ, നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ. 1964. അതായത് 50, 60, 61, എനിക്ക് 7 വയസ്സുള്ളപ്പം 7 വയസ്സുള്ളപ്പം കണ്ട ഷിങ്കാസൻ. ശരിക്കും പറഞ്ഞാൽ 60 വർഷം കഴിഞ്ഞിരിക്കും. അത് ജപ്പാനാണ് ആദ്യം കണ്ടുപിടിച്ചു. ഇപ്പം ജർമ്മനിയിലും മറ്റേ ചൈനയിലും ഒക്കെ മറ്റേ ട്രെയിൻ എന്നൊക്കെ ഇവൻ്റെ ആണ് ഏറ്റവും ബെസ്റ്റ് ലോകത്ത്. അത് 64 കണ്ടുപിടിച്ചാണ്. അന്ന് ആറ്റം ബോംബൊക്കെ ഇട്ട് നശിപ്പിച്ച് കിടക്കുകയാണ്. അതെ അതെ. പിന്നെ വേറൊരു സംഗതി, അവർക്ക് ഒന്നുമില്ല. നമ്മുടെ ഇന്ത്യയൊക്കെ ഭയങ്കര, റഷ്യ, ഇന്ത്യയൊക്കെ അവർക്കൊന്നുമില്ല. സൾഫർ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് അവർ ഈ ലോകത്തിലെ 3rd, 4th ഇതൊക്കെ ആയിട്ട് പിന്നെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. എക്കോണമിയും പിന്നെ ഇതുമൊക്കെ. അടുത്തത് ഹൈബ്രിഡ് കാർ. നമ്മുടെ ഇപ്പോഴത്തെ അത് ആദ്യത്തെ ടയോട്ട പ്രേയസ്. ലോകത്തിലെ ഫസ്റ്റ് കാറാണ് ഈ പ്രേയസ്, ടയോട്ടയുടെ ഹൈബ്രിഡ് കാർ. അതിനുശേഷമാണ് ഹൈബ്രിഡ് കാർ ലോകത്തെല്ലായിടത്തും വന്നത്. അത് ജപ്പാൻ്റെയാണ്. 9. 10 ബുള്ളറ്റ് പ്രൂഫ്. ഈ നമ്മുടെ ഇതില്ലേ, വേസ്റ്റ് ഇല്ലേ, ബുള്ളറ്റ് പ്രൂഫ്, അതിൻ്റെ ഫൈബർ, അത് കണ്ടുപിടിച്ചവരാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ എയർ ബാഗും ബോഡി ആർമർ ബാഗും ഒക്കെ വന്നത്. അത് അവരാണ് ഇൻവെൻഷൻ. ഇനിയുള്ളത് ലോകം മുഴുവൻ കിടുങ്ങിയ ഒരു ഇൻവെൻഷനാണ്, ലിത്തിയം അയൺ ബാറ്ററി. അതാണ് അതുകൊണ്ട് 1985 ലിത്തിയം. EV മാത്രമല്ല, ടെസ്ല കാറ്, പിന്നെ ചൈനയുടെ കാറ്, സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ഈ ഡ്രോൺസ്, മെഡിക്കൽ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പോർട്ടബിൾ മൊബൈൽ, ECG, CT, MRI, ലങ് മെഷീൻ, യു നെയിം ഇറ്റ്, ഒരുപാടുണ്ട്. ഞാൻ നോട്ട് ചെയ്തില്ല. 13 കിടുക്കൻ, ഇതേപോലെ ഒരു കിടുക്കൻ, ബിറ്റ്കോയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ വേറൊരു സാധനമാണ്, ലെഡ്ജറാണ്. അതാണ് ബ്ലോക്ക് ചെയിൻ. അപ്പോൾ ഇത് ജപ്പാൻകാരൻ കണ്ടുപിടിച്ചാണ്. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, അയാൾ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല ഞാനാണ് കണ്ടുപിടിച്ചതെന്ന്. ജപ്പാൻകാരൻ്റെ ഇൻവെൻഷനാണ് ഈ ബിറ്റ്കോയിൻ. എന്തോന്ന് പറയണ, എല്ലാവരും ഇപ്പം ഇൽഗോട്ടൺ വെൽത്ത് സ്റ്റാഷ് ചെയ്യുന്നത് ഇതിനകത്തല്ലേ, ബിറ്റ്കോയിനിലാണ്. അത് ജപ്പാൻകാരൻ്റെ ബുദ്ധിയാണ്. പിന്നെ അവസാനം ഉള്ളത് ഈ സൈബർ സ്പേസ് 14. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോസ്റ്റ് ഇൻ ഷെൽ എന്ന് പറഞ്ഞൊരു കാർട്ടൂണുണ്ട്. കുറേ നാളായി, കുറേ വർഷങ്ങളായി അത് വന്നിട്ട്. അപ്പോൾ അത് ഈ പിന്നെ ഈ ഇതുണ്ടല്ലോ, അതൊരു TV ആനിമേഷൻ സീരീസാണ്. അതിൽ ഈ ജപ്പാൻ്റെ വളരെ ഈ കോംപ്ലക്സ് ആയ കേസസ് ഇൻ സൈബർ പങ്ക്. ഫ്യൂച്ചറിൽ ഈ സൈബർ ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ പല ലോകത്തെല്ലായിടത്ത് അല്ല അടിച്ചോണ്ട് പോയെന്നൊക്കെ പറഞ്ഞു, അതുപോലുള്ള സൈബർ പങ്ക് ഏരിയാസിൽ ഇവർ ഇൻവെസ്റ്റേഷൻ നടത്തി. ഇതിനകത്തൊരു ഡിറ്റക്റ്റീവ് ഉണ്ട്, അതിൻ്റെ പേര് ഗോസ്റ്റ് ഇൻ ഷെൽ എന്നാണ്. അത് ഭയങ്കര പോപ്പുലറാണ് വെളിയിൽ. അത് ജപ്പാൻകാരനാണ് കണ്ടുപിടിച്ചത്. കാരണം
ആനിമേഷൻ സീരീസ് ഇപ്പം സ്റ്റാർ വാഴ്സ് ഇല്ലേ, ആ, സ്റ്റാർ വാഴ്സിലെല്ലാം ഇപ്പം പണ്ടെടുത്തതാണ് സ്റ്റാർ വാഴ്സ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചത്. അതെല്ലാം ആയുധങ്ങളെല്ലാം ഉണ്ട്. മറ്റേ ഇതുണ്ടല്ലോ, ലേസർ ഗണ്ണൊക്കെ വെച്ച് അങ്ങനെയുള്ള ഒരുപാട്, അതൊക്കെ സത്യമാണ്. അതേപോലെയാണ് ഇത് ഇപ്പോഴും പോപ്പുലറാണ്. നമ്മുടെ ഇന്ത്യയിൽ വലിയ പോപ്പുലറല്ല ഈ ഗോസ്റ്റ് ഇൻ ഷെൽ. അത് ഈ SISC എന്നാണ് പറയുന്ന ഒരു ഏജൻസി ഈ സീരിയലിനകത്ത് അവർ ഒന്ന് അന്വേഷിക്കും. അപ്പോൾ അവർ പറയുന്ന ഫ്രോഡ് ക്രൈംസ് എല്ലാം ഇതിനകത്ത് പറയുന്ന അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജപ്പാൻകാരൻ്റെ തലയാണ്. ഈ നമ്മുടെ ബിറ്റ്കോയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സത്യത്തിൽ ഒരു ചെറിയ പുള്ളിയല്ല, വിസ്മയമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ജപ്പാൻ. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ അല്ലെങ്കിൽ അതിൻ്റെ മേധാവി, ആ രാഷ്ട്രം, അതിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. അതാണ് അതിനകത്തുള്ള പ്രാധാന്യം, അങ്ങ് പറയുന്ന പ്രസക്തി അതാണ്. അപ്പോൾ നമുക്ക് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ പറയാം. തക്കാഴ്ചയുടെ വരവ് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായിരുന്നുള്ളത് നമുക്ക് മറ്റൊരു ചർച്ചയിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.